Hello guys, welcome to my YouTube channel. Officially it's me, Typical Anss അല്ല, Typical Anss YouTube ചാനലാണ്. അപ്പം ആർക്കെങ്കിലും ഇനിയും ചാനൽ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ Typical Anss YouTube ചാനൽ എന്ന് പേരിട്ട്. അപ്പം നമുക്ക് നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് കടക്കാം. നമ്മൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ടൈം വ്ളോഗാണ്. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് കോന്നി അടവി ഇക്കോ ടൂറിസത്തിലാണ്. ഫസ്റ്റ് നമ്മൾ കോന്നി ആനക്കൂട്ടിലാണ് പോയത്. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൽറ്റിന് അവിടുത്തെ ഫീ അല്ലെങ്കിൽ ഫെയർ എന്ന് പറയുന്നത് 40 രൂപയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് ഒരു അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാലോ നല്ല സുന്ദരന്മാരികളായിട്ടുള്ള ആനക്കുട്ടന്മാരെയും കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. കൂടുതലും പിടിയാനകളാണുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പത്തനംതിട്ടക്കാരിയായിട്ട് പോലും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി ഞങ്ങൾ മൊത്തം പത്തനംതിട്ടക്കാരായിട്ട് പോലും നമ്മൾ ഇന്നേവരെ അവിടെ പോയിട്ടില്ല. അപ്പം ഇവിടെ പോയി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഇത്രയും പ്രകൃതി ഭംഗിയുള്ളതും ശുദ്ധവായു ശ്വസിക്കാൻ പറ്റിയ ഇത്രയും ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടും നമ്മൾ പോകുന്നത് ആലപ്പുഴ ബീച്ചിലോ അല്ലെങ്കിൽ അങ്ങോട്ടുള്ള ഏരിയകളിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ടാണ് പോകുന്നത്. അതാണ് ഗായ്സ് അടവിയിൽ പോകും. അപ്പോൾ കോന്നിയുടെ ഒരു മെയിൻ സ്പോട്ട് അല്ലെങ്കിൽ ഒരു ടൂറിസം സ്പോട്ടെന്ന് പറയുന്നതാണ് അടവി കൊട്ടവഞ്ചിയാണ്. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ മൈൻഡിൽ വരുന്ന ഒരു കൊട്ടവഞ്ചിയിൽ കയറുന്ന കാര്യമൊക്കെ ആയിരിക്കും. അപ്പം നമ്മളും കൊട്ടവഞ്ചി കയറാൻ വേണ്ടി പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം വിചാരിക്കും ടിക്കറ്റ് പോലും എടുക്കാതെ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ നമുക്കൊരു പ്ലാനും ഇല്ലായിരുന്നു കൊട്ടവഞ്ചി കയറണം. എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, അമ്മയ്ക്കും പ്ലാൻ ഉണ്ടായിരുന്നു, അച്ഛനും ചേച്ചിക്കും ഒരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ നടന്നു പോവാണ്, എങ്ങനെയുണ്ട് സാധനം നോക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഭംഗിയും ആ രസമൊക്കെ കണ്ടപ്പോഴത്തേക്കിന് എന്നാൽ നമുക്കും കൂടെ ഒരു ടിക്കറ്റ് എടുത്താലോ എന്ന് നമ്മൾ ആലോചിച്ചത്. അങ്ങനെ നമ്മൾ വല്ലവരും കൊട്ടവഞ്ചി കിടന്ന് കറങ്ങുന്നതൊക്കെ കണ്ടൊന്ന് ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് അച്ഛൻ പറയുന്നത് എന്തടി പറഞ്ഞേ കൊല്ലം ഡയറീസ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യും, ഇനിയിപ്പോൾ അവിടെ പോയി ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, തുഴയുന്ന പുള്ളിക്ക് ഒരു 500 രൂപ കൊടുക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് എന്ത് മനുഷ്യനാണ്, കൊല്ലം ഫ്യൂരിയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ആ ഒരു സ്വഭാവം എനിക്കും ഉണ്ട്. എന്നാൽ പോലും നമ്മൾ അപ്പം തന്നെ പോയി ഒരു ആൾക്കല്ല ഒരു വഞ്ചിക്ക് 500 രൂപയാണ്. 4 പേർക്ക്, ഒരു കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ 5 പേർക്ക്, അങ്ങനെയാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. അപ്പം നമുക്കുള്ള ഡ്രൈവർ അല്ലെങ്കിൽ വഞ്ചി തുഴയുന്ന ആൾ ഭയങ്കര അടിപൊളി ഒരാളായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അങ്കിളാണ് നമുക്ക് ആ ഒരു വഞ്ചി കയറിയിട്ട് നമ്മൾ മൂകതയോടുകൂടി ഇരിക്കാൻ നമുക്ക് പറ്റിയില്ല. കാര്യം പുള്ളി ഭയങ്കര വൈബുള്ളൊരു മനുഷ്യനായിരുന്നു. നീന്താൻ അറിയാമോ? നീന്താൻ അറിയാമോ? എന്തെങ്കിലും ആവശ്യം വരത്തില്ലായിരിക്കും. നമ്മൾ ഫസ്റ്റ് നമുക്ക് കയറുമ്പം നമുക്കൊരു പേടി കാണും. കാര്യം വെള്ളമല്ലേ, നമുക്കപ്പോൾ ഫിയറൊക്കെ കാണും. അപ്പം നമ്മൾ കയറി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതെന്ന് പറയുന്നത് അത്ര ആഴമുള്ള ഒരു എന്താ നദിയാണോ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആഴം ഇല്ല, പക്ഷേ ഇതിന് ഒഴുക്കുണ്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന്. നമ്മൾ ആദ്യം കയറി കഴിഞ്ഞ് പിന്നെ എനിക്കൊരു കാര്യം തോന്നിയെന്ന് വെച്ചാൽ ഈ സേഫ് ജാക്കറ്റിനൊന്നും അത്ര അങ്ങോട്ട് വൃത്തിയും കാര്യങ്ങളും ഒന്നുമില്ല. അതങ്ങോട്ട് വെക്കുമ്പം തന്നെ അച്ഛനാണെങ്കിൽ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ അത്ര സാധനം കൊണ്ട് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് ഫുൾ ക്ലിപ്പ് പോലും ഇട്ടില്ല. ഒരു സ്മെല്ല് നിങ്ങൾക്ക് ആ പിക്ക് കാണുമ്പോഴേ അറിയാം, ഒരുമാതിരി എല്ലാം കരിമ്പനൊക്കെ അടിച്ച് അതൊക്കെയുള്ള എനിക്കൊരു നെഗറ്റീവ് തോന്നിയെന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ കയറി ആ അങ്കിള് ഞാൻ പറഞ്ഞില്ല ഭയങ്കര വൈബാണ് പുള്ളി, ഭയങ്കര കുസൃതി ചോദ്യങ്ങളും അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. നിങ്ങളോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ അങ്കിള് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, നമുക്ക് കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും, പക്ഷേ നമുക്ക് അത് ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല, അതെന്താണ് ആ സാധനം, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാമോ? എൻ്റെ അമ്മയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മയെ പുള്ളി അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്തായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടവഞ്ചിയിൽ ആസ്വദിച്ചത് ഒരു കാരണം ഈ അങ്കിളും കൂടെയാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ രസമായിരുന്നു. നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച് നമ്മളെ ഫുൾ ആ ഒരു ട്രിപ്പ് തന്നെ മൂഡാക്കിയത് പുള്ളി തന്നെയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ ആൾക്കാരുടെ പെരുമാറ്റം അത് അടിപൊളിയായാലേ നമുക്കും ഒരു പിന്നെയും പോകണമെന്ന് നമുക്ക് തോന്നിച്ചിട്ട്. മറ്റൊരു പ്രത്യേകത നമ്മളിട്ട് കറക്കും, പക്ഷേ ഞങ്ങൾക്കെല്ലാം മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു കറക്കണ്ടാന്ന്. ഒരു ചോദ്യം
അങ്കിളിൻ്റെ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ കരയ്ക്കെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. ഒരു വെള്ളച്ചാട്ടമാണ്, ഒരു 1.5 കിലോമീറ്റർ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടം. പക്ഷെ അവിടെ പാർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ പറഞ്ഞു ഒരു സെൽഫി എടുത്തിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ വരുന്ന വഴിക്ക് നമ്മൾ ഡയാന റെസ്റ്റോറൻറ്റിൽ കയറി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് അച്ഛൻ്റെ റിവ്യൂ ഒക്കെ എടുത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അങ്ങ് എൻഡാക്കി. വയറ് നിറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. നമ്മൾ വീട്ടിലെത്തി സുഖമായിട്ട് കിടന്നുറങ്ങി. ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഓക്കെ, ബൈ ഗായ്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം എന്തൊക്കെ ചെയ്യണം നിങ്ങളതൊക്കെ ചെയ്യും.